സണ്ണി എം കവിക്കാടിനെതിരെ അധിക്ഷേപകരമായ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. മതം മാറിയ സണ്ണി എം കവിക്കാട് പണം സമ്പാദിക്കാനുള്ള മോഹവുമായിട്ടാണ് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചതെന്ന് അജയ് തറയിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. RSS സമ്മർദ്ദത്തിന് വഴങ്ങി ദളിത് സമൂഹത്തെ അപമാനിച്ച കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്ന് ദളിത് സംഘടനകളും വ്യക്തമാക്കി. സണ്ണി എം കവിക്കാടിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ അപമാനിക്കുന്ന പരാമർശമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ നടത്തിയത്. സണ്ണി UDF സ്ഥാനാർത്ഥിയാകാൻ സ്വയം തെരഞ്ഞെടുത്തത് കോൺഗ്രസ് തോൽക്കുന്ന വൈക്കം സീറ്റാണ്. അത് ജയിക്കാൻ വേണ്ടിയല്ലെന്നും പണം സമ്പാദിക്കാനാണെന്നും അജയ് തറയിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ജോലി കിട്ടാൻ ജാതി മാറിയ ആളാണ് സണ്ണി. MA പൈലി എന്നാണ് യഥാർത്ഥ പേര്. പിന്നീട് അനിൽകുമാറായി രൂപാന്തരം പ്രാപിച്ചു. മാതാപിതാക്കൾ സാമ്പത്തിക സഹായം കിട്ടാൻ ക്രിസ്തുമതത്തിൽ ചേർന്നു. ഇങ്ങനെയുള്ള അധിക്ഷേപമാണ് അജയ് തറയിൽ നടത്തിയത്. എന്നാൽ ദളിത് സംഘടനകൾ സീറ്റിനായി കോൺഗ്രസിന്റെ പിന്നാലെ പോയിട്ടില്ലെന്ന് ദളിത് സമുദായ മുന്നണി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവാണ് സീറ്റ് വാഗ്ദാനം ചെയ്തത്. RSSന്റെ സ്ലീപ്പർ സെല്ലുകൾ കോൺഗ്രസിലുണ്ട്. അവരാണ് സീറ്റ് നിഷേധിക്കുവാൻ കാരണം. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്നും ദളിത് മുന്നണി ഭാരവാഹികൾ പറഞ്ഞു. സണ്ണി എം കവിക്കാടിനെ വൈക്കത്തപ്പൻ്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് RSSും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റുമായ ശശികല ടീച്ചർ ഉൾപ്പെടെ രംഗത്ത് വന്നു. അതുതന്നെ നമ്മുടെ ജനാധിപത്യത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ ജാതിയുടെ ഒരു ശ്രേണി നിലനിൽക്കുന്ന, അത് കേരളത്തിലും സജീവമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ മതേതരത്തിനും സോഷ്യലിസത്തിനും നിലകൊള്ളുന്ന കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് UDFന് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കേരളവും ജനാധിപത്യവും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയും. അജയ് തറയിൽ നടത്തിയത് അപമാനകരമായ പരാമർശമാണ്. അതിന് കോൺഗ്രസ് കനത്ത വില നൽകേണ്ടി വരുമെന്നും ദളിത് സമുദായ മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.